ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. ഈ തരണത്തിലൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. അപ്പൊ അതിന്റെ കൺഫർമേഷൻസ് ഒന്നും വന്നില്ലായിരുന്നു, അതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാതെ എല്ലാവർക്കും സന്തോഷമായി കാണുമെന്ന് കരുതുന്നു. കുറച്ച് സങ്കടവും അല്ലെ? ഓക്കെ, അപ്പൊ എന്തായാലും കേറ്ററ്റ് യോഗ്യതയുമായിട്ട് ബന്ധപ്പെട്ട് നിലവില് നടന്നിരുന്ന ഊഹാപോഹങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാം വിരാമമായിരിക്കുന്നു. അപ്പം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, അധ്യാപക നിയമനത്തില് കേറ്ററ്റിനുള്ള ഇളവുകള് പിൻവലിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവായിരിക്കുന്നു. സംസ്ഥാന സർക്കാർ, കേരള സർക്കാർ ഉത്തരവായിരിക്കുന്നു. അതുപോലെ തന്നെ അധ്യാപക നിയമനത്തിൽ കേറ്ററ്റ് നിർബന്ധമാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുതിയ ഉത്തരവും ഇറക്കിയിരിക്കുന്നു. അതായത് നിലവിലെ 2025 സെപ്റ്റംബറിലെ സുപ്രീം കോടതി ഉത്തരവ് പാലിക്കാതെ കേറ്ററ്റുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളുകളിൽ അധ്യാപകരെ നിയമിക്കുന്നതിൽ കേരള ഗവൺമെന്റ് നടപ്പിലാക്കിയിരുന്ന ഇളവുകളെ കേരള സർക്കാർ തന്നെ പിൻവലിച്ചിരിക്കുന്നു. ഇളവുകള് പൂർണ്ണമായിട്ടും പിൻവലിച്ചുകൊണ്ട് പുതിയ സർക്കാർ ഉത്തരവ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പരമാവധി ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക. അതിനു വേണ്ടിയിട്ടും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഡീറ്റെയിൽസ് 1 by 1 ആയിട്ട് ഞാനിത് പറഞ്ഞുതരാം, കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇനി ആർക്കും സംശയം വരണ്ട, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതിൽ 1 by 1 ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓർഡറിന്റെ രത്ന ചുരുക്കം എന്താണെന്നുള്ളതും പറഞ്ഞുതരാം. പൂർണ്ണമായിട്ടും ഓർഡർ വായിക്കേണ്ട കാര്യമില്ല, അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം. ഓക്കെ, അത്യാവശ്യമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഓക്കെ, അപ്പം കേറ്ററ്റ് യോഗ്യതയുമായി ബന്ധപ്പെട്ട് പരാമർശം ഇങ്ങനെ പറഞ്ഞു പോയിട്ട്, ഓക്കെ, അതായത് കേറ്ററ്റ് 1, 2 എന്നിവയിൽ ഏതെങ്കിലും കേറ്ററ്റ് 1, 2 എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ ഞാനൊന്നത് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യൂ, മാർക്ക് ചെയ്ത് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നോക്കിക്കോളേ, കേറ്ററ്റ് കാറ്റഗറി 1, 2 എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ LP UP അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിക്കാമെന്ന വ്യവസ്ഥ തുടരാവുന്നതാണ്. കേറ്ററ്റ് കാറ്റഗറി 3 യോഗ്യത നേടിയവരെ ഹൈസ്കൂൾ അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, നിയമനങ്ങൾക്ക് പരിഗണിച്ചാൽ മതിയാവും. അതായത് കേറ്ററ്റ് കാറ്റഗറി 1 and 2 ഇവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ മാത്രം LP UP അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിച്ചാൽ മതി. അതല്ലാതെ കാറ്റഗറി 3 ഉണ്ട്, എനിക്ക് UP എഴുതാൻ പറ്റത്തില്ല. കാറ്റഗറി 3 only for HSA മാത്രമാണ് കാറ്റഗറി 3 എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ ഹൈസ്കൂൾ തലത്തിലുള്ള ഭാഷാ അധ്യാപകർ കേറ്ററ്റ് 3 നേടിയ പക്ഷം കേറ്ററ്റ് 4 നേടേണ്ടതില്ല എന്ന വ്യവസ്ഥ പരാമർശം 16 ഉത്തരവിലെ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ട് 1/6/2013 പ്രാബല്യത്തിൽ തുടരാവുന്നതാണ്. മുമ്പുണ്ടായിരുന്നത് തന്നെ അത്. അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ്, സ്റ്റെറ്റ്, നെറ്റ്, MPhil, PhD, MEd യോഗ്യത നേടിയവരെ കാറ്റഗറി 1 മുതൽ കാറ്റഗറി 4 വരെ യോഗ്യത നേടുന്നതിൽ നിന്നും ഒഴിവാക്കാമെന്ന പരാമർശം വ്യവസ്ഥ റദ്ദാക്കുന്നു. അതായത് നെറ്റും, സെറ്റും, PhDയും, MPhilഉം, MEdഉം ഒക്കെ ഉള്ളവർക്ക് കേറ്ററ്റ് വേണ്ടായിരുന്നു. അവർക്ക് HSAയും LPയും UPയും ഒക്കെ എഴുതാൻ പറ്റുമായിരുന്നു. ഇന്നു മുതൽ അത് നടപ്പിൽ വരത്തില്ല. എഴുതാൻ പറ്റത്തില്ല. നിങ്ങൾ ഉയർന്ന യോഗ്യതയുള്ളവര് മസ്റ്റ് ആയിട്ട് കേറ്ററ്റ് നേടിയേ പറ്റൂ. ഓർക്കുക, 7/1/2026 ആണ് ലാസ്റ്റ് ഡേറ്റ് കേറ്ററ്റിന് അപ്ലൈ ചെയ്യാനുള്ളത്. എത്രയും പെട്ടെന്ന് പോയി അപ്ലൈ ചെയ്തോളൂ അത്തരത്തിലുള്ളവര്. പിന്നെ പിന്നെ ഉള്ളത് ബൈ ട്രാൻസ്ഫറിന്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. ബൈ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുമ്പോഴും കേറ്ററ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ബൈ ട്രാൻസ്ഫർ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ പറയേണ്ടത്, അത് പറഞ്ഞിട്ടേക്ക് വരാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചോദിക്കുമല്ലോ, അതുകൊണ്ട് ആ കാര്യം ഇവിടെ പറയാം. അതായത് നിലവില് സീറ്ററ്റ് ഉള്ളവർക്ക്, അതായത് സീറ്ററ്റ് കാറ്റഗറി 1 ഉള്ളവർക്ക് കേറ്ററ്റ് 1ന്റെ ആവശ്യമില്ല. അതുപോലെ സീറ്ററ്റ് കാറ്റഗറി 2 ഉള്ളവർക്ക് കേറ്ററ്റ് 2ന്റെ ആവശ്യമില്ല. അതായത് നിലവിൽ നിങ്ങൾക്ക് സീറ്ററ്റ് 1ഉം സീറ്ററ്റ് 2ഉം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്
എന്ത് വേണ്ട, കേറ്ററ്റ് എഴുതേണ്ട ആവശ്യമില്ല എന്നിവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എലിമെന്ററി സ്റ്റേജ് യോഗ്യത നേടിയവരെ കേറ്ററ്റ് കാറ്റഗറി 2 നിന്ന് ഒഴിവാക്കാമെന്നും പൊതുനിർദ്ദേശം തുടരാവുന്നതാണ്. സീറ്ററ്റ് പ്രൈമറി സ്റ്റേജ് പാസ്സായവരെ LP അധ്യാപക നിയമനങ്ങൾക്കും സീറ്ററ്റ് എലിമെന്ററി സ്റ്റേജ് പാസ്സായവരെ UP അധ്യാപക നിയമനങ്ങൾക്കും പരിഗണിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നിങ്ങൾക്ക് നിലവില് സീറ്ററ്റ് 1 ഉണ്ട്, നിലവില് അതുപോലെ തന്നെ സീറ്ററ്റ് 2 ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കേറ്ററ്റ് 1 കേറ്ററ്റ് 2 ആവശ്യമില്ല. ഓക്കെ 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 ഇനി പ്രിൻസിപ്പൽ തസ്തികകളിലേക്ക്, HM തസ്തികകളിലേക്കൊക്കെ നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉണ്ടെങ്കിലേ പറ്റൂ, കേറ്ററ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കേറ്ററ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊമോഷന് നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. അത് വളരെ വ്യക്തമായിട്ട് ഓരോന്നും എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ ഊഹാപോഹങ്ങളിലൂടെ നടന്നിരുന്ന ഈ ഒരു കാര്യം ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജോലി ചെയ്യുന്നവര്, ഇപ്പൊ വർക്കിംഗ് ആയിട്ടുള്ള അധ്യാപകരും അല്ലാത്തവരും ഒക്കെ എത്രയും പെട്ടെന്ന് തന്നെ കേറ്ററ്റ് എഴുതി പൂർണ്ണമാവുക, നേടുക, ക്വാളിഫൈ ആവുക. ഇനി ഉയർന്ന യോഗ്യത ഉള്ളവരും കേറ്ററ്റ് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത LP UP HSA ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഉറപ്പായിട്ടും ഇനി ഇപ്പൊ വിളിക്കാൻ തുടങ്ങുന്ന HSA ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ കേറ്ററ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ കേറ്ററ്റിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 7/1/2026 ആണ്. ഇന്ന് 2 ആയിട്ടുണ്ട് തീയതി. എത്രയും പെട്ടെന്ന് പോയി അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ സീറ്ററ്റ് നിലവിൽ വിളിച്ചിട്ടുണ്ട്, അവർ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഫെബ്രുവരി 8 തീയതിയാണ് എക്സാംസ്. മറ്റത് ഫെബ്രുവരി 22, 23 തീയതികളിലാണ് കേറ്ററ്റിന്റെ എക്സാം വരുന്നത്. പഠിക്കാനുള്ള സമയമുണ്ട്, പഠിക്കുക. ഓക്കെ, ഇനി ഇത്തരത്തിൽ ഈ കോഴ്സുമായിട്ട് കേറ്ററ്റ് അതുപോലെ തന്നെ സീറ്ററ്റ് എന്നീ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവരോ മറ്റു കാര്യങ്ങളിൽ കോഴ്സിൽ ചേരാനൊക്കെ ആഗ്രഹിക്കുന്നവര് 77 36 75 04 73 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇതിന്റെ കമന്റ് ബോക്സ് ഓഫ് ആണ്, കാരണം നമ്മുടെ ചാനലിന്റെ കമന്റ് ബോക്സ് ഓഫ് ആണ്. കാരണം നമുക്ക് KVS NVS EMRSന്റെ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് മറുപടി തരാനുള്ള സമയം കറക്റ്റ് സമയത്ത് കിട്ടാത്തത് കൊണ്ടാണ് കമന്റ് സെക്ഷൻ ഓഫ് ആക്കിയിട്ടിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവര് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ ഈ നമ്പറിലേക്ക് 77 36 75 04 73 പറയുന്ന നമ്പറിലേക്കോ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. കേറ്ററ്റ് സീറ്ററ്റ് ക്ലാസ്സുകൾ ജസ്റ്റ് സ്റ്റാർട്ടഡ് ആണ്. കേറ്ററ്റ് ആരംഭിച്ചിട്ടില്ല, സീറ്റിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ആണ്. കേറ്ററ്റിന്റെ അഡ്മിഷൻ സ്റ്റാർട്ടഡ് ആണ്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ജോയിൻ ചെയ്തോളൂ, പഠിച്ചോളൂ, കേറ്ററ്റിന് അപ്ലൈ ചെയ്തോളൂ. 7 തീയതി ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട. അപ്പൊ ഇത്രയും കാര്യങ്ങള് നിങ്ങൾ ഓർഡർ ഉണ്ടോ ഓർഡർ ഇല്ലേ എന്നൊക്കെ ചോദിച്ചവർക്ക് ഇതാ ഓർഡർ വന്നിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് പോയിട്ട് കേറ്ററ്റ് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി വരുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ തീർച്ചയായിട്ടും മുകളിൽ പറഞ്ഞ താഴെ കാണുന്ന നമ്പറിലേക്ക് അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്ത് വിളിച്ച് സംശയം നിവാരണം നടത്താവുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.